എനിക്കറിയണം, എല്ലാം നീ കൂടി അറിഞ്ഞുകൊണ്ടാണോ എന്ന് എനിക്കറിയണം. പെങ്ങളുടെ ജീവിതം നശിച്ചു കാണാൻ നീയും ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയണം. ഗംഗേച്ചിക്ക് എന്തൊക്കെയാ പറയുന്നത്? നീ എന്നെ ചതിക്കുകയാണോ? ഒന്നും അറിയില്ലെന്ന് എന്നോട് ഭാവിക്കുകയാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ അങ്ങനെ ഭാവിക്കുകയാണോന്നാ എനിക്കറിയേണ്ടത്. ഗംഗേച്ചി കാര്യം എന്താന്ന് വെച്ചാ പറ. അവളെവിടെ? നിന്റെ ഭാര്യ വിളിക്ക്. കാര്യം എന്താണെന്ന് അവള് പറഞ്ഞു തരും. അവളിവിടെ ഇല്ല. ഓഹോ, ഇല്ലല്ലേ? എവിടെ പോയിരിക്ക? രേണുകയെ ശുശ്രൂഷിക്കാനോ അതോ പൊന്നാങ്ങളയുടെ കുഞ്ഞിന് കൂട്ടിരിക്കാനോ? ഗംഗേച്ചിക്ക് ഇതല്ലാതെ വേറൊന്നും പറയാനില്ലേ? ഉണ്ടടാ, പറയാനുണ്ട്. കേൾക്കണോ നിനക്ക്? അവളുണ്ടല്ലോ നിന്റെ വിശ്വസ്ത ഭാര്യ. അവളും അവളുടെ ആങ്ങളെയും കൂടി നടത്തിയ രഹസ്യ ഇടപാട് എന്താണെന്ന് അറിഞ്ഞോ നീ? തറവാട് വീട് വിറ്റ് തൊലച്ചു. എന്താ വിശ്വാസമായില്ലേ? എന്നാ അതെന്തിനാണെന്ന് കൂടി കേട്ടോ. രേണുകയെ വിദഗ്ധ ചികിത്സയ്ക്ക് കൊണ്ടുപോവാൻ, കാണാതായ കൊച്ചിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പണം വാരി എറിയാൻ. ഗംഗേച്ചി വെറുതെ. ഗംഗേച്ചി പറയുന്നതെല്ലാം എന്നും വെറുതെ ആയിരുന്നല്ലോ. അതൊന്നും കേൾക്കാൻ എന്റെ ആങ്ങളയ്ക്ക് ചെവിയില്ലായിരുന്നു. എന്നും വേദവാക്യം അവള് പറയുന്ന മാത്രമായിരുന്നല്ലോ. ഞങ്ങളൊക്കെ വെറും ശല്യക്കാര് മാത്രമായിരുന്നില്ലേ? ഗംഗേച്ചിയോട് ഇതൊക്കെ ആരാ പറഞ്ഞേ? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്ന കേട്ടിട്ട് വന്ന് വെറുതെ. ഞാൻ അറിയാതെ ശാലു അങ്ങനൊന്നും ചെയ്യില്ല. വേണ്ട, ഞാൻ പറയുന്നതൊന്നും നീ വിശ്വസിക്കണ്ട. ഭാര്യ വരുമ്പോ ആ ആധാരം എവിടെയാണെന്ന് ചോദിക്ക്. അപ്പൊ അറിയാലോ. എന്നിട്ട് ഞാൻ വരാം. നീ അതെന്നെ ഒന്ന് കാണിക്ക്. ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ നിന്റെ ഭാര്യയുടെ കാല് കഴുകിയ വെള്ളം ഞാൻ കുടിക്കാം. അവള് പറയുന്നത് എന്ത് ഞാൻ അനുസരിക്കാം. മറിച്ചാണെങ്കി ഞാൻ പറയുന്നത് നീ അനുസരിക്കോ? പറ, അനുസരിക്കൊന്ന്. ഒക്കെ അവന്റെ അഹങ്കാരത്തിന്റെ ഫലമാ. അനുഭവിക്കട്ടെ. നമ്മൾ പറഞ്ഞതുപോലെ കേട്ട് അനുസരിച്ചെങ്കിൽ ഇങ്ങനെ വല്ലതും സംഭവിക്കുമായിരുന്നോ? കെട്ടിയോളുടെ വാക്ക് കേട്ട് അവളുമാരുടെ താളത്തിന് തുള്ളുന്ന എല്ലാ അവന്മാരുടെയും ഗതി ഇങ്ങനെയാ. അപ്പോ ഭർത്താവിനെ ഉപദേശിച്ച് ചൊൽപ്പടിക്ക് നിർത്തണമെന്ന് കഞ്ചനാമ്മ എന്നോട് പറയാറുള്ളതോ? എന്നിട്ട് നിനക്കിതുവരെ അത് കഴിഞ്ഞില്ലല്ലോ. നാത്തൂനെ കണ്ടു പഠിക്ക്. അവള് പിടിച്ചിടം നേടിയില്ലേ? ആങ്ങളയായിട്ട് ഒത്തുകളിച്ച് വീടും പറമ്പും പോലും ഗിരിയുടെ അവകാശത്തിൽ നിന്നും മാറ്റിയില്ലേ അവള്? അങ്ങനെ ആങ്ങളെയും പെങ്ങളും. ഇവിടെയുണ്ടൊരാങ്ങളെയും പെങ്ങളും. ആങ്ങളെ കാണെങ്കിൽ പെങ്ങളെ കണ്ണെടുത്താ കണ്ടൂടാ. അത് കഞ്ചനാമ്മയുടെ വെറും തോന്നല. കഞ്ചനാമ്മ നോക്കിക്കോ. ശാലിനി ഗിരിയെ വഞ്ചിച്ചു എന്നവനെ ബോധ്യപ്പെട്ടാ പിന്നെയെല്ലാം ഈ ഞാൻ പറയുന്ന പോലെ മാത്രമേ നടക്കൂ. നടന്നാ കൊള്ളാം. നടക്കും. ഗിരി എനിക്ക് വാക്ക് തന്നിട്ടുള്ളതാ. എന്റെ വാക്ക് ഞാൻ കഞ്ചനാമ്മയോട് പറഞ്ഞിട്ടില്ലേ? ഗിരി അറിയാതെ ആ ആധാരം അവളെടുത്ത് ശ്യാമേട്ടന് കൊടുത്തുന്ന് അവന് ബോധ്യമായാൽ ശാലിനിയുടെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കാനുള്ള അവകാശം എനിക്കുണ്ടെന്ന് അവൻ എന്റെ കൈ പിടിച്ച് സത്യം ചെയ്തതാ. അപ്പോഴത്തെ ആവേശത്തിന് അവൻ അങ്ങനെ പറഞ്ഞെങ്കിലും ശാലിനി അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് തനിക്ക് ബോധ്യമുണ്ടെന്ന് അവന് തിരുത്തി പറഞ്ഞാ പോരെ? ഇല്ല, ഗിരി അങ്ങനെ പറയില്ല. എനിക്ക് ഉറപ്പുണ്ട്. ഇതിൽ എത്രയോ വലിയ ഉറപ്പുകൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് വല്ലതും നടന്നോ? എടി പെണ്ണെ, അവനൊരു അച്ചിക്കോന്തനാ. അവള് പറയുന്നതിൽ നിന്നും ഒരടി അവൻ വ്യതിചലിക്കില്ല. ഇതെല്ലാ തവണത്തെയും പോലല്ല. കഞ്ചനാമ്മ നോക്കിയോ, അവളും അവളുടെ ഏട്ടനും എന്റെ കാൽക്കീഴിൽ വരും. ഞാൻ വരുത്തും. വീരും വാശിയൊക്കെ കൊള്ളാം. അതെ, എന്റെ മുമ്പ് മാത്രം കാണിച്ചിട്ട് കാര്യമില്ല. പറഞ്ഞു മാറ്റുന്നതിന് മുമ്പ് അവന്റെ അടുത്തേക്ക് ചെല്ലേ. ആര്യ കഞ്ഞി പഴങ്കഞ്ഞിയാണെന്ന് ഓർമ്മ വേണം. പാടില്ലായിരുന്നു. ഗിരിയേട്ടനോട് ഒരു വാക്കെങ്കിലും ചോദിക്കാതെ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാനൊന്നും ഓർത്തില്ല. ഇങ്ങനെയൊക്കെ വരുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല.
ഞാനിനിയിപ്പൊ എന്ത് ചെയ്യും ശ്യാമേട്ട? ശ്യാമേട്ടനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, പക്ഷെ സത്യം അതാണ്. കിരീട്ടനോട് തീർത്തു പറഞ്ഞു കഴിഞ്ഞു. ഗംഗേച്ചിക്ക് കൊടുത്ത വാക്ക് പാലിക്കണോത്ര. ഞാനിപ്പോ എന്താ പറയുക ശാലു? ഇന്നാ പണായ കൊടുത്തില്ലെങ്കിൽ എന്റെ കുഞ്ഞ്. പക്ഷേ ഇതിന്റെ പേരിൽ എനിക്ക് നഷ്ടപ്പെട്ടേക്കാവുന്നത് എന്റെ ജീവിതം ശ്യാമേട്ട. ഗിരിയേട്ടൻ പറയുന്നതിലും കാര്യമുണ്ടല്ലോ. മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഗിരിയേട്ടൻ ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. ശരിയാ, പാടില്ലായിരുന്നു. പക്ഷെ വേറൊരു വഴിയും അപ്പ എന്റെ മുമ്പിലില്ലായിരുന്നു. ഇനിയിപ്പോ പെട്ടെന്നൊരു മാർഗം ചിന്തിക്കാനുള്ള സമയമില്ല. ഇന്നാണ് അടിയിൽ. അത് കഴിയുന്നവരെങ്കിലും ഒന്ന് ക്ഷമിക്കാൻ ഗിരിയോടൊന്ന് പറഞ്ഞുകൂടെ? ഇല്ലെങ്കിൽ നിനക്കറിയാവല്ലോ ശാലു, എനിക്ക് എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടും. എനിക്ക് നഷ്ടപ്പെട്ടേക്കാവുന്നത് എന്റെ കുഞ്ഞിനെ മാത്രമല്ല, എന്റെ ഭർത്താവിനെ കൂടിയാ. നീ വണ്ടിയെ കയറാ. എങ്ങോട്ട്? ഞാൻ സംസാരിച്ചോളാം ഗിരിയോട്. വേണ്ട ശ്യാമേട്ട, അത് ശരിയാവില്ല. നിന്നോട് കേറാനല്ലേ പറഞ്ഞത്? ശ്യാമേട്ട, അത് ഗിരിയേട്ടനെ ശ്യാമേട്ടൻ ഇപ്പൊ കാണാതിരിക്കുന്ന നല്ലത്. ഗിരി എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ, കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഒരല്പം സാവകാശം, ഏറിയാൽ ഒരു 3-4 ദിവസം, അത്ര എനിക്ക് വേണ്ടു. വേണ്ട ശ്യാമേട്ട, ശ്യാമേട്ടൻ ഇപ്പൊ അങ്ങോട്ട് വരണ്ട. അത് കൂടുതൽ കുഴപ്പാവേ ഉള്ളൂ. ഇല്ല ശാലു, വന്നില്ലെങ്കിലാണ് കുഴപ്പമാവുക. ഒരു കള്ളനെ പോലെ ഒളിച്ചു നടക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലല്ലോ. നീ വാ. എന്റെ കുഞ്ഞെ, കുഞ്ഞിതൊന്നും മിണ്ടാതെ എങ്ങോട്ടാ ഇറങ്ങിപ്പോയത്? എന്താ മധു? ഒന്നും പറയണ്ട. ഗിരിക്കുഞ്ഞ് എന്തൊക്കെയാ കിടന്ന് വിളിച്ചു കൂകിയതെന്ന് എനിക്ക് തന്നെ നിശ്ചയില്ല. ദാണ്ടെ ആ സ്റ്റൂളും അതിലിരുന്ന കുപ്പിയും മരുന്നും ഫ്ലാസ്കും എല്ലാം തല്ലിപ്പൊട്ടിച്ചു. എന്നെ ആണെങ്കിൽ പറയാൻ ഇനി ഒന്നുമില്ല. കുഞ്ഞ് വേഗം ഒന്ന് അകത്തേക്കല്ലേ. അയ്യോ വേണ്ട ശ്യാമേട്ട, ശ്യാമേട്ടൻ ഇപ്പൊ അങ്ങോട്ട് വരാതിരിക്കുന്ന നല്ലത്. ശ്യാം സാറിനെ ഏതാണ്ടൊക്കെ പറയുന്നത് കേട്ടു. ഉള്ളത് പറയാലോ സാറേ. ഗിരിക്കുഞ്ഞിനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഭ്രാന്ത് പിടിപ്പിക്കുന്നത് ഗംഗക്കുഞ്ഞും ആ കഞ്ചനാമ്മയും കൂടിയാ. ഗംഗക്കുഞ്ഞ് സാറിന്റെ കെട്ടിയോളൊക്കെ ആയിരിക്കും, പക്ഷെ എന്റെ നാക്ക് ശരിയല്ല. ഗംഗക്കുഞ്ഞ് ഇവിടെ വന്നു പോയതിനു ശേഷം ഇത്രയും കുഴപ്പമുണ്ടായത്. വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല് അല്ലടി. കൺമുന്നിൽ കണ്ടുപോകരുതെന്ന് പറഞ്ഞ നിമിഷം തന്നെ അഴിഞ്ഞാടറങ്ങിയിരിക്കുക അല്ലടി. ഓഹോ, അപ്പൊ ഇയാളെ വിളിച്ചോണ്ട് വരാൻ പോയതാണല്ലേ? സംഘം ചേർന്ന് കഴുത്ത് ഞെരിച്ച് കൊല്ലാനോ അതോ ജീവനോടെ വല്ല കൊക്കലും കൊണ്ട് തള്ളാനോ? ഏതായാലും ഒന്ന് വേഗം വേണം. ഗിരി, എന്തിനാ നീ വെറുതെ ഇങ്ങനെ? എങ്ങനെ? എനിക്ക് പെട്ടെന്നൊരല്പം പണത്തിന്റെ ആവശ്യമുണ്ടായി. അപ്പോഴത്തെ ടെൻഷൻ ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല. ഗിരിക്കൊരു ആവശ്യമുണ്ടായ ഗംഗ സഹായിക്കില്ലേ? അതിന് എന്റെ അനുവാദത്തിന്റെ ആവശ്യമില്ലല്ലോ. അതുപോലെ മാത്രമേ ഞാനും ഇതിനെ കണ്ടുള്ളൂ. പക്ഷേ ഗിരി അത് ഇത്ര വലിയൊരു ഇഷ്യൂ ആക്കുമെന്ന് ഞാൻ കരുതിയില്ല. നിങ്ങളെ സമ്മതിക്കണം. രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുന്നോടിയായി
പലരും LLB എടുക്കാറുണ്ട്. വാക്ചാതുര്യവും തൊലിക്കെട്ടിയും ഒരുപോലെ ഉണ്ടാവണമല്ലോ. നിങ്ങൾ അതിന് എന്തുകൊണ്ട് യോഗ്യനാ? ശ്രമിച്ചാൽ ഒരു കേന്ദ്രമന്ത്രി വരെയെങ്കിലും ആവാം. പിന്നെയും വന്ന് നിൽക്കുന്നുണ്ടല്ലേ യാതൊരു ഉളുപ്പില്ലാതെ. ഗിരിയേട്ടാ, എന്താടി നിനക്ക് പൊള്ളിയോ? ജീവിതത്തിൽ പല പ്രതിസന്ധികൾ ഉണ്ടായപ്പോ ഈ പറയുന്ന ആരുടെയെങ്കിലും നേർക്ക് ഞാൻ കൈനീട്ടിട്ടുണ്ടോ? എന്താ എന്റെ ഭാര്യയുടെ പേർക്കുള്ള സ്വത്തുക്കൾ എനിക്ക് വിറ്റ് തൊലച്ചൂടായിരുന്നോ? അതിന് ഗിരിയെ കിട്ടില്ല. കാരണം ആത്മാഭിമാനം എന്ന് പറയുന്ന ഒന്ന് എനിക്കുണ്ട്. ഞാൻ ആത്മാഭിമാനം ഇല്ലാത്തവനാണെന്നല്ലേ സമ്മതിക്കുന്നു. പക്ഷെ ഗിരി ഒരു കാര്യം മനസ്സിലാക്കണം, ആർക്കും ആരെങ്കിലുമൊക്കെ ആശ്രയിക്കാതെ ഒരിക്കലും ജീവിക്കാനാവില്ല. ആത്മാഭിമാനമുള്ള ഗിരിക്ക് ഇപ്പൊ ഭാര്യയെ ജോലിക്ക് വിട്ടിട്ട് അവളുടെ ഔദാര്യം കൊണ്ട് ജീവിക്കേണ്ട ഒരു സാഹചര്യം വന്നു ചേർന്നില്ലേ? അതെന്തുകൊണ്ടാണ്? വിധി, ദൈവഹിതം. ഗിരി, ഒന്നും നമ്മളാരും വിചാരിക്കുന്ന പോലെയല്ല. ഓഹോ, അപ്പൊ നിങ്ങളെല്ലാം കരുതിക്കുട്ടി തന്നെ ആയിരുന്നു അല്ലേ? എല്ലാം നഷ്ടപ്പെട്ടാ പിന്നെ നിങ്ങൾ ആശ്രയിച്ച് മാത്രം ഞാൻ ജീവിച്ചോളും അല്ലേ? നിങ്ങളുടെ തോന്നിയോസങ്ങളെല്ലാം ഞാൻ കണ്ടില്ലെന്ന് നടിച്ചോളും അല്ലേ? അതിനുവേണ്ടിയല്ലേ ആ ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾ തന്ത്രപൂർവ്വം കൈക്കലാക്കിയത്? ഗിരി, എന്തൊക്കെയാ നീ പറയുന്നത്? എല്ലാം നിന്റെ കോംപ്ലക്സുകളാണ്. അതെ, കോംപ്ലക്സുകളാ. നിങ്ങൾ പറഞ്ഞതുപോലെ ഭാര്യയെ ജോലിക്ക് തള്ളിവിട്ട് അവളുടെ ഔദാര്യം കൊണ്ട് ജീവിക്കുന്നവനല്ലേ ഞാൻ. കോംപ്ലക്സുകൾ ഉണ്ടാവാതെ വഴിയില്ലല്ലോ. കടന്നു പോയെങ്കിലും വിവേചന ശേഷിയുള്ള മനുഷ്യനാണല്ലോ ഞാനും. ഗിരി, ഞാൻ ഉദ്ദേശിച്ച ആ ഒരു മീനിങ്ങിലല്ല. നിങ്ങൾ ഏത് മീനിങ്ങിൽ വേണമെങ്കിലും എടുത്തോളൂ. ദാ നിൽക്കുന്നു പെങ്ങൾ, അവളെയും കൊണ്ട് പോയിക്കോളൂ. ഞാനത് മുമ്പൊരിക്കലും നിങ്ങളോട് പറഞ്ഞതാണല്ലോ. ഗിരിയേട്ടാ, ആരുടെ ഔദാര്യത്തിൽ ജീവിക്കുന്ന എനിക്കിഷ്ടമല്ല. പൊയ്ക്കോ, പോകുന്ന വഴിയാണല്ലോ സ്കൂള്. വേണമെങ്കിൽ മോനെ കൊണ്ടുപോക്കോ. ഒന്നെഴഞ്ഞ് നടക്കാറെങ്കിലും ആയാൽ ഞാൻ വരാം. ഫുട്പാത്തിൽ ലോട്ടറി വിറ്റാണെങ്കിലും ഞാൻ എന്റെ മകനെ വളർത്തിക്കോളാം. ഗിരിയേട്ടാ, എന്തിനാ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? എല്ലാവരും ചേർന്ന് ശിക്ഷിക്കുന്ന എന്നല്ലേ? എല്ലാവരും മാറി മാറി ശിക്ഷിക്കല്ലേ? ദൈവം പോലും. താൻ പേടിക്കുന്ന പോലൊന്നും ഉണ്ടാകത്തില്ലടോ. ഗിരി അത്രയ്ക്ക് ചിന്താശേഷി ഇല്ലാത്തവനൊന്നും അല്ല. പിന്നെ ഗിരിയുടെ സ്ഥാനത്ത് നിന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്കും ഇങ്ങനെയൊക്കെ തോന്നൂ. പ്രത്യേകിച്ച് താനുമായിട്ട് ഇങ്ങനെ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നിടത്തോളം. വേണ്ടായിരുന്നു, മറ്റെന്തെങ്കിലും ഒരു വഴി ആലോചിക്കായിരുന്നു. ആ, ഇനിയിപ്പോഴേ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എന്താ കാര്യം? തൽക്കാലം അയ്യരുമായിട്ടുള്ള ഡീല് നടക്കട്ടെ. 2 or 3 ദിവസത്തിനകം ക്യാഷ് കണ്ടെത്താൻ കഴിയുമെങ്കിൽ പിന്നെ കൈയോടെ ആധാരം എടുത്തങ്ങ് തിരിച്ചു കൊടുത്താൽ പോരെ? അതുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് തോന്നുന്നില്ല സാർ. ഗിരി അങ്ങനെ ഒരു മനോഭാവത്തില. ശാലിനി അവനെ വഞ്ചിച്ചു എന്നൊക്കെ അവൻ പറയുന്നത്. വഞ്ചനയോ? സഹോദരനെ ഒന്ന് സഹായിച്ചു പോയതാണോ വഞ്ചന? അത് പറഞ്ഞാവൊന്നും അവന് മനസ്സിലാവില്ല സാർ. സാറ് പറഞ്ഞ പോലെ എന്നോടുള്ള ദേഷ്യം എല്ലാത്തിനും കാരണം. പക്ഷെ അതിന്റെ പേര് ശാലിനിയാണല്ലോ അനുഭവിക്കേണ്ടി വരുന്നതെന്ന് ഓർക്കുമ്പോ ഒന്നും ഉണ്ടാവത്തില്ലടോ. ഇത്തരം നിസ്സാര കാര്യങ്ങളുടെ പേരിൽ അറത്തെറിയപ്പെടാവുന്നതാണോടോ ബന്ധങ്ങളുടെ. പിന്നെ താൻ പറഞ്ഞതുപോലെ ഓരോ കോംപ്ലക്സുകൾ, അതാണിപ്പോ ഗിരിയെ ഭരിക്കുന്നത്. ഗിരിയൻ തെറ്റു പറയാൻ ഒക്കില്ല. അവന്റെ കാഴ്ചപ്പാട് സ്വന്തം സഹോദരിയുടെ ജീവിതം വിട്ട് പന്താടുന്നവനല്ല ഞാൻ. ജയിൽ ശിക്ഷ അനുഭവിച്ചത്, ജോലി നഷ്ടപ്പെട്ടത്, ഈ ആക്സിഡന്റ്, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എല്ലാത്തിനും കാരണക്കാരൻ ഞാനാണല്ലോ. ആ, താൻ പിന്നെയും പഴയ കാര്യങ്ങളിൽ തന്നെ കടിച്ചു തൂക്കാൻ തുടങ്ങുകയാണോ? ഒക്കെ സംഭവിക്കാനിരുന്നതിനാണോ വിധിയെ മാറ്റാൻ ആർക്കെങ്കിലും കഴിയുമോ? എല്ലാം വിധിയെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുമോ? കുറച്ചൊക്കെ ഉത്തരവാദിത്തം നമുക്കുമില്ലേ? മനഃപൂർവ്വം അല്ലല്ലോ, പലതും നമ്മൾ അറിയാതെ സംഭവിച്ചു പോകുന്നതല്ലേ. ആ, അതൊക്കെ പോട്ടെ. ആ അയ്യരെ വിളിക്കോ മറ്റോ ചെയ്തോ? ഇനി ഒരു വിളി ഉണ്ടാകില്ലെന്നാണ് പറഞ്ഞത്. ഇന്ന് രാത്രി പറഞ്ഞ സ്പോട്ടിൽ പണമായിട്ട് എത്തണമെന്ന് മാത്രം അറിയിച്ചു. സൂക്ഷിക്കണം, നെറികെട്ട വർഗവാ. ചീറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത എപ്പോഴും മുന്നിൽ കണ്ടുകൊള്ളണം. കുട്ടിയെ കൈ കിട്ടിയതിന് ശേഷം മാത്രമേ പണം കൈമാറാവൂ. അതെന്തായാലും അത്രേ ഉണ്ടാവുള്ളൂ സാർ. ആ, പിന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഒരു ഭാഗത്ത് പോലീസിന്റെ നീക്കം ഉണ്ടാവുന്നുള്ളതിന് യാതൊരു തർക്കവും വേണ്ട.
എന്റെ കാൽക്കുലേഷൻസ് കറക്റ്റ് ആണെങ്കിൽ ശ്യാം ഇപ്പോഴും അവരുടെ നിരീക്ഷണ വലയത്തിൽ തന്നെ ആകാനാണ് സാധ്യത.